കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്യം വായിക്കും. രണ്ട് വാക്യങ്ങൾ. 2 തീമോഥെയോസിൻ്റെ ലേഖനം 2 അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കാം. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. ഹ്യൂമനയോസും ഫിലത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ടു മാറി പുനരുദ്ധാനം കഴിഞ്ഞു, റിസറക്ഷനൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, തനിക്കുള്ളവരെ കർത്താവിന് അറിയാം. ഇന്ന് അനേക പ്രസംഗകന്മാരുണ്ട്. പലതും പ്രസംഗിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു. ആളുകൾക്ക് പലതും കർത്താവിൻ്റെ രണ്ടാം വരവുമായി ബന്ധപ്പെട്ടതും അത് കഴിഞ്ഞുള്ളതിനെ കുറിച്ചും ഒക്കെ ഭയങ്കര ജിജ്ഞാസയാണ് അത് കേൾക്കാൻ. അതുകൊണ്ട് പലവിധ കഥകളൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിക്കുന്ന വലിയ ഒരു സമൂഹം ഇന്ന് ഉണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ വിശ്വാസികളായ നമ്മുടെ സഹോദരങ്ങൾ രക്ഷയുടെ ഉറപ്പ് പ്രാപിച്ചിട്ടില്ല. അവർ ഈ കഥയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് മരിച്ചാൽ എൻ്റെ കുഞ്ഞെ നീ സ്വർഗത്തിലേക്ക് പോകും എന്ന് നിനക്ക് ഉറപ്പുണ്ടോ? എപ്പോഴും വേണേലും നാം ഈ ഭൂമിയിലെ ജീവിതം അവസാനിച്ച് പോകേണ്ടതായിട്ട് വരും. പക്ഷെ ഉറപ്പുണ്ടോ? കർത്താവിൻ്റെ സന്നിധി പോകും, സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ പർദീസിൽ പോകും എന്ന് ഉറപ്പുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ് നമ്മൾ ഉറപ്പ് നേടേണ്ടത്. അല്ലാതെ ഈ ഇളക്കപ്പെരുപ്പത്തിൽ നിന്നല്ല നമ്മൾ ഉറപ്പ് നേടേണ്ടത്. ചിലർ പറയും, ഓ അവനൊക്കെ അന്യഭാഷയുണ്ട്, ഓ അവൾ ഭയങ്കര ആത്മാഭിഷേകം പ്രാപിച്ച ആളാണ്, ഓ അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, പല ഭാഷകളിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട്. അതൊന്നും അല്ല ഇവിടെ കർത്താവ് ഡിമാൻഡ് ചെയ്യുന്നു. നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:12-13 വാക്യങ്ങൾക്ക് അടിസ്ഥാനമായി വീണ്ടും ജനനം പ്രാപിച്ചിട്ടുണ്ടോ? അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമം വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരമുണ്ട്. അതുപോലെ തന്നെ 3:16 യോഹന്നാൻ 3:16 എന്ന് പറയുന്നത് ബൈബിളിന്റെ തന്നെ താക്കോൽ വാക്യമാണ്. അവിടെ എന്താ പറയുന്നത്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകില്ല, നിത്യജീവൻ പ്രാപിക്കും. കർത്താവ് യേശു ക്രിസ്തു തന്ന വാഗ്ദത്തമാണ്, പ്രോമിസാണ്. അപ്പം ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്ന് വരികയാണ്. നാം പിന്നെ നശിച്ചു പോകാൻ പറ്റത്തില്ല, നമുക്ക് സ്വർഗത്തിലേ പോകാൻ പറ്റും. റോമർക്ക് എഴുതിയ ലേഖനം 8:16 ഇതുപോലെ തന്നെ പുത്രൻ്റെ ആത്മാവ് ഉള്ളിലിരുന്നുകൊണ്ട് നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്ന ഒന്നാണ്. മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മുടെ ആത്മാവ് നമ്മുടെ ഇന്നർ മേനോട് പറയും, നീ എൻ്റെ പുത്രൻ, നീ എൻ്റെ പുത്രി എന്ന്. അപ്പം തന്നെ നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മെ മകനെ മകളെ എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ സംശയിക്കുന്നത്? നമുക്ക് സ്വർഗത്തിൽ അപ്പൻ്റെ വീട്ടിലല്ലേ പോകാൻ പറ്റൂ. പിന്നെ അപ്പൻ്റെ വീട്ടിലല്ലാതെ നമ്മൾ എവിടെ പോകാനാണ്? പിന്നെയും നമ്മൾ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത് എബ്രായർക്ക് ലേഖനം 13:5 പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. കർത്താവ് വചനമാണ് ദൈവത്തിൻ്റെ കുഞ്ഞെ അടിസ്ഥാനം. വചനത്തിൽ തന്നിരിക്കുന്ന പ്രോമിസിലാണ് നമ്മൾ ഉറക്കേണ്ടത്. മറ്റ് അനുഭവങ്ങളും ഇളകിപ്പരപ്പുന്ന അതൊന്നിനുമല്ല. ഓരോരുത്തരും ഓരോന്ന് പറയും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ദൈവവചനം എന്ത് പറയുന്നു? കർത്താവിൻ്റെ വാഗ്ദത്തം അതാണ്. അതിൽ വേണം നമ്മൾ. യേശുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും പറയുന്നത് ഇങ്ങനെയാണ്,
പിന്നെ ഒരു സൈനൊക്കെ നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ഈ ഭൂമിയിൽ വരുമ്പോൾ നമ്മൾ ഹമ്പിളാകും, നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കും, നമ്മുടെ പോരായ്മകൾ വേഗം മനസ്സിലാക്കും. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ മനസ്സാക്ഷി വളരെ സെൻസിറ്റീവ് ആയിരിക്കും. ഒരു ചെറിയ തെറ്റ് വരുന്നതിന് മുമ്പേ, ചെയ്യുന്നതിന് മുമ്പേ നമ്മെ ഓർമ്മിപ്പിക്കും. ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകും. അത് ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളതുകൊണ്ടാകും. അത് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വരാം. പ്രശ്നം വരുമെന്നുണ്ടെങ്കിലും കർത്താവ് പറയുന്നത് എന്തുവാ? ഞാൻ ലോകത്തെ ചെയ്തു. നിങ്ങൾക്ക് ലോകത്ത് പ്രശ്നങ്ങളുണ്ടാകും. അതിലൂടെ കടന്നു പോകണം, പിടിച്ചു നിൽക്കണം. അതിനുള്ള ശക്തി നമ്മുടെ കൂടെയുള്ള യേശു കർത്താവ് നമുക്ക് തരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പ്രോമിസ്, വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ച് ധൈര്യത്തോടെ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അതിൻ്റെ കർത്താവ് മുകളിലേക്ക് വിളിക്കുന്ന സമയം ധൈര്യമായിട്ട് നമുക്ക് ഇരിക്കുവാൻ കഴിയും. നമുക്ക് അവിടെ തന്നെ പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവം ജനത്താൽ അനുഗ്രഹിക്കാവുന്നു.